ജന്മസിദ്ധാണ്. ആദ്യമായിട്ട് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സ്റ്റേജിൽ കയറുന്നത്. സ്റ്റേജിൽ കയറി മൈക്കിന്റെ മുമ്പിൽ എത്തിയപ്പോ പെട്ടെന്നുണ്ടാവുന്ന ഒരു ടെൻഷനിൽ ബോധം കെട്ട് വീണ ആളാ ഞാൻ. അവിടുന്ന് തുടങ്ങിയ പ്രയാണം മോഹൻലാല് പറയുന്ന പോലെ അതിപ്പോ ഇവിടെ എത്തിന്ന് പറയില്ലേ. എത്ര പാട്ടുകൾ ചെയ്തു? സംഗീതം ചെയ്തത് ഞങ്ങള് മൊത്തം റെക്കോർഡ് ചെയ്ത പാട്ടുകളുടെ എണ്ണം വളരെ കുറവാ. ഒരു 10 അല്ലെ 8-10 പാട്ടുകളൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ട്യൂൺ ചെയ്ത് വെച്ചത് ഒരുപാടുണ്ട്. സുധിയേട്ടന്റെ പാട്ടുകളിനെ ഞാൻ ചെയ്തിട്ടുള്ളൂ. അത് തന്നെ കുറെ പാട്ടുകൾ ട്യൂൺ മുറ്റത്ത് ഇല ചൂടിയിരുന്നെന്ന് പൊന്നോണത്തിനു നമ്മൾ ഒരുക്കിയ പൂക്കളവും ഉത്രാട നിലാവത്ത് ഒരുമിച്ചൊരു തേന്മാവിൽ പൊന്നു ഞാലാടി ഉണർന്നോരോർമ്മകളും മെരുക്കി അരിമാവിൻ കോലമണിഞ്ഞ് ഓലക്കുട ചൂടിയൊരുക്കിയ മാതേരും. സുധീഷ് ചെമ്പകശ്ശേരിയാണ്. അപ്പൊ ഞാൻ ഇപ്പോ നമ്മളെ ഈ നാട്ടിൻ പുറത്തുള്ള കുറെ കലാകാരന്മാരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് എന്റെ പഴയ പേജുകളിലായിട്ടും അതേമാതിരി പുതിയ പേജുകളിലും ഒക്കെ നിരവധി കലാകാരന്മാരെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു നാട്ടിൻ പുറത്തുള്ള ഒരു കൂട്ടായ്മ, അതായത് അവരെന്നെ പാട്ട് എഴുതി അവരുടെ ആളുകൾ തന്നെ അഭിനയിച്ച്, പക്ഷെ പാട്ടിനൊക്കെ പ്രശസ്തരായ ആൾക്കാരെ കൊണ്ട് പാടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ശരിക്കും ആ പാട്ടൊക്കെ ഒരു പ്രൊഫഷണൽ ഇതിൽ തന്നെയാണ്. എഴുത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസകരമായിട്ട്. ഇപ്പൊ ഈ പാട്ട് പലതും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പക്ഷെ ഇതിന്റെ ആൾക്കാരൊന്നും പലപ്പോഴും ആരും അതിന്റെ ക്യാമറ ചെയ്യണ ആളുകളെ അല്ലെങ്കിൽ അതിന്റെ പിന്നണി പ്രവർത്തിച്ച ആൾക്കാരെയൊന്നും നമ്മൾ ചിലപ്പോൾ പലപ്പോഴും അറിയാതെ പോവാറുണ്ട്. അപ്പൊ അങ്ങനത്തെ ആളുകളെയൊക്കെ നമ്മൾ രംഗത്തെത്തിക്കുക. അപ്പൊ എന്നോട് പറയുന്ന ആളുകളുടെയൊക്കെ ഞാൻ അത്തരത്തിലുള്ള ആളുകളുടെയൊക്കെ വീഡിയോ ഞാൻ എടുക്കാറുണ്ട്. സാധാരണക്കാരാണെങ്കിൽ ഇപ്പൊ വലിയ സെലിബ്രിറ്റികളെ നമ്മൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, പക്ഷെ ഇവരൊക്കെ നല്ല കലാകാരന്മാർ. ഇപ്പൊ വീഡിയോകൾ കണ്ടാൽ അറിയാമല്ലോ, അഭിനയിക്കുന്ന ഒരാൾ നമ്മുടെ അതിനുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ വീഡിയോ കാണുമ്പോൾ ഞാൻ അദ്ദേഹത്തിന് വിളിച്ചു പറയാറുണ്ട്. അപ്പൊ അങ്ങനെ അഭിനയിക്കാൻ കഴിവുള്ള ആളുകൾ, പാടാൻ കഴിവുള്ള ആളുകൾ, അല്ലെങ്കിൽ എഴുതാൻ കഴിവുള്ള ആളുകൾ, ഇവരൊക്കെ പുറം ലോകം എത്തിക്കണം, അല്ലെങ്കിൽ അവരെ മാക്സിമം ആളുകൾ അറിയണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അവരെന്തായാലും ഞാൻ പരിചയപ്പെടുത്തി തരാം. നിരവധി ഭക്തിഗാനങ്ങൾ, ഒരുപാട് ഭക്തിഗാനങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. അവരിപ്പോ ഓരോ ഷോർട്ട് ഫിലിം ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പൊ എന്തായാലും അവരുടെ കൂട്ടായ്മ വല്ലാത്തൊരു രസകരമായിട്ടുള്ള ഒരു അനുഭവമാണ്. അപ്പൊ അത് അറിഞ്ഞപ്പോഴാണ് ഞാൻ അവരുടെ വീഡിയോ ചെയ്യാനും അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുള്ളതും. അപ്പൊ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പൊ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. മാക്സിമം ആളുകളിലേക്ക് ഇവരെ ഷെയർ ചെയ്ത് എത്തിക്കണം. അപ്പൊ ഇനിയും നിങ്ങൾ ഇത്തരത്തിലുള്ള കലാകാരന്മാരെ അറിയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനത്തെ അറിയപ്പെടാൻ പോകുന്ന കലാകാരന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അവരുടെ വീഡിയോ അവിടെ വന്നെടുക്കും. മാക്സിമം ആളുകൾ ഇത് ഷെയർ ചെയ്യുക. പിന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണുക. അതേമാതിരി യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. മാക്സിമം ഷെയറും ചെയ്യുക. അപ്പൊ നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ. കോതകുർശി സ്വദേശികളായ ഉണ്ണിയും സുധീറും അമ്പലപ്പാറ വേങ്ങശ്ശേരിയിലുള്ള ഹരിയും ചെർപ്പുളശ്ശേരി സ്വദേശിയായ രതീഷും കൂടി ഒത്തുചേർന്നപ്പോൾ പിറന്നത് നിരവധി ഭക്തിഗാന ആൽബങ്ങളാണ്. അമ്പലപ്പറമ്പും ആൽത്തറയും നടക്കുന്ന ഇടവഴികളും ഒത്തുചേരുന്ന ഇടങ്ങളെല്ലാം കലയുടെ സംവാദത്തിന്റെ ഇടത്താവളങ്ങളായിരുന്നു ഈ 4 പേർക്കും. എഴുത്തിന്റെ വഴികളിൽ സുധീർ സജീവമായപ്പോൾ സംഗീതം ചെയ്യാനായി ഹരിയും, അഭിനയത്തിന്റെ മേഖലയിലേക്ക് ഉണ്ണിയും ഒത്തുചേർന്നപ്പോൾ ക്യാമറയുമായി കലയുടെ അടങ്ങാത്ത ആവേശമായി രതീഷും കൂടെ ചേർന്നു. ചെയ്ത ആൽബങ്ങളെല്ലാം വൻ ഹിറ്റായതോടെ സ്വന്തം നാട്ടിൽ എല്ലാവർക്കും പ്രിയപ്പെട്ടവരായി മാറി ഇവർ. കലയുമായുള്ള അടങ്ങാത്ത ആത്മബന്ധമാണ് ഈ വഴിയിലേക്ക് എത്തിച്ചതെന്ന് 4 പേരും പറയുന്നു. നിരവധി പുതുമുഖ കലാകാരന്മാരെ പരിചയപ്പെടുത്തിയ ഞാൻ ഇന്ന് ഇവരെ നിങ്ങൾക്ക് മുന്നിലേക്ക് തരികയാണ്. പ്രോത്സാഹനത്തിന്റെ 1000 പൂച്ചെണ്ടുകളുമായി ഈ നാട്ടുംപുറത്തുകാരായ 4 പേരെയും നമുക്ക് കൈപിടിച്ചുയർത്താം. നമസ്കാരം. സുധീഷ് ഏട്ടനാണ്. അപ്പോ സുധീർ ഏട്ടൻ അസാധ്യമായ എഴുത്തുകാരനാണ്. അതായത് കുറെ പാട്ടുകൾ ഇപ്പൊ നമ്മളൊക്കെ ശരിക്ക് ആദ്യമൊക്കെ പാട്ടുകൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇത് എഴുതിയ ആളെയൊന്നും നമുക്കറിയില്ല. പിന്നെ അത് ഉണ്ണിയേട്ടൻ ഇവരൊക്കെ ഒന്നിച്ചൊരു സ്ഥലത്തുള്ളതാണ്. ഇപ്പൊ ഗിരീഷേട്ടൻ മാത്രമേ ഉള്ളൂ അല്ലേ, രതീഷും ചെർപ്പുളശ്ശേരി ഉള്ളത്. ബാക്കി ഇവർ രണ്ടാളും ഒരു സ്ഥലത്ത് തന്നെ ഉള്ളതാണ്.
അപ്പൊ അടുത്താണ് ഉണ്ണിയേട്ടൻ തന്നെ ഒരുവിധ എല്ലാ ആൽബത്തിലും അല്ലേ ചെയ്ത് അഭിനയിച്ചിട്ടില്ല. സംവിധാനം ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും അത് എഴുത്ത് ഭയങ്കര ഒരു ഇതാണ്. അപ്പൊ നമുക്ക് ആദ്യം എഴുത്തുകാരനോട് തന്നെ തുടങ്ങാം സുഖേട്ടാ. അപ്പൊ ഇത് എത്ര വർഷമായി എഴുതാൻ തുടങ്ങിയിട്ട് പാട്ട് എഴുതാൻ ഒരു 4 വർഷത്തോളായിട്ടേ ഉള്ളൂ പാട്ട് എഴുതാൻ തുടങ്ങിയിട്ട്. അതൊരു നമ്മുടെ കൊറോണ സമയത്താണ് പാട്ട് എഴുതാൻ തുടങ്ങിയത്. അത് അതിന്റെ ഒരു വന്ന കാര്യം പറയുകയാണെന്ന് വെച്ചാൽ ഒരു രസത്തിന് വേറെ അത് വേറെ എന്താ പറയുക വേറെ കാര്യങ്ങളൊന്നും ശ്രദ്ധ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമല്ലേ ഉണ്ടായിരുന്നത്. അപ്പൊ വീട്ടിലിരുന്നിട്ട് ഞാനൊരു വീടിന്റെ അടുത്തൊരു കാർത്തികേനി ദേവി ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തില് ദീർഘകാലമായിട്ട് അവിടുത്തെ ഒരു ഭക്തനാണ്, അവിടുത്തെ ഒരു ക്ഷേത്ര സെക്രട്ടറിയാണ്. അപ്പൊ ഒഴിവ് സമയം വന്നപ്പോ ഭഗവതിയെ കുറിച്ച് വെറുതെ ഒരു കീർത്തനം എഴുതി നോക്കിയതാ. ആദ്യം എഴുതുന്നത് ഭഗവതിയെ കുറിച്ചാണ്. അപ്പൊ അത് എഴുതി എന്റെ അടുത്ത സുഹൃത്ത് ഉണ്ണി, അതിലപ്പുറം ഞങ്ങളുടെ ഒരു ഗുരുനാഥുണ്ട് പ്രസാദ് പുളിക്കൽ, അദ്ദേഹത്തിന് ഞാൻ വെറുതെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം വളരെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, സുധിയേട്ടാ അത് ഗംഭീരമായിട്ടുണ്ട്, നന്നായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അത്രയൊന്നുമില്ല, ഞാൻ വെറുതെ മനസ്സിലുള്ള കുറച്ച് വരികൾ എഴുതിയതാണ് പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ ഒരു പാട്ടിന് ഒരു 5 പാട്ടാക്കി കഴിഞ്ഞാൽ നമുക്കൊരു ആൽബം ഇറക്കായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതിനൊന്നും എനിക്ക് ജന്മത്ത് സാധിക്കില്ല, ഞാനൊരു തമാശക്ക് ആദ്യമായിട്ട് എഴുതുന്ന പാട്ടാ. അപ്പൊ ഇവര് രണ്ടുപേര് എന്നെ വല്ലാതെ പ്രോത്സാഹിപ്പിച്ചു. അപ്പൊ ഒരു മനസ്സിൽ എഴുതി നോക്കാന്നുള്ളൊരു 5 പാട്ട് എഴുതിയിട്ട് ഒരു ആൽബം ഇറക്കാന്നുള്ള രീതിയിൽ ഞാൻ എഴുതി. ആ 5 പാട്ട് നന്നായി എഴുതിയെന്ന് ഇവര് പറയണു, നാട്ടുകാരൊക്കെ നന്നായി എന്നുള്ള അഭിപ്രായം പറഞ്ഞു. അതൊരു വല്ലാത്തൊരു ഊർജ്ജമായി. പിന്നെ ഇപ്പോ അങ്ങനെ വന്നിട്ട് ഒരു 100ഓളം പാട്ടുകൾ 100 പാട്ടോളം എഴുതിയിട്ടുണ്ട്. അത് മുഴുവൻ ചെയ്തിട്ടുണ്ട്? ഇല്ല, എല്ലാം ചെയ്യാൻ സാധിച്ചിട്ടില്ല, എങ്കിലും ശ്രുതിയൊക്കെ ഇട്ട് പാടി വെച്ച് ട്യൂൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭക്തിഗാനങ്ങളാണ് ഏറെ എഴുതിയത്. പോരാത്തതിന് കവിതകളും സാമൂഹിക കാര്യങ്ങൾ. ഇപ്പൊ ഈ കഴിഞ്ഞ ഇലക്ഷന് 3 രാഷ്ട്രീയ പാർട്ടിയുടെയും പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അതെല്ലാം റെക്കോർഡ് ചെയ്ത് ആൾക്കാരെങ്ങനെ പാട്ടുകൾ കേട്ടിട്ട് സമീപിക്കുന്നുണ്ട് നമ്മുടെ പാട്ട്. ധാരാളം ഭക്തിഗാനങ്ങൾ ഓരോ ക്ഷേത്രങ്ങളിലേക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. പിന്നെ അതില് ഭഗവതിയുടെ അനുഗ്രഹം വല്ലാതുണ്ടായിരുന്നു തോന്നിയത് എന്ന് വെച്ചാൽ, എനിക്ക് ഇപ്പൊ സംഗീത രംഗത്ത് അറിയപ്പെടുന്ന ആളുകളുടെ കൂടെ സഹകരിക്കാൻ സാധിച്ചു എന്നുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. ഇപ്പൊ പാട്ട് എഴുതിയത് ആദ്യം ജയചന്ദ്രൻ സാറും വിദ്യാധരൻ മാഷ് ട്യൂൺ ചെയ്ത് ജയേന്ദ്രൻ സാറ് പാടി. അതെന്നെ എന്നെ സംബന്ധിച്ച് വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നണം. പിന്നെ അതിനുശേഷം മധു ബാലകൃഷ്ണൻ അദ്ദേഹത്തെ വെച്ചിട്ട് 2-3 പാട്ടുകൾ ചെയ്യാൻ സാധിച്ചു. പിന്നെ പ്രശസ്തരായ പല ഗായികമാരെയൊക്കെ വെച്ചിട്ട് പാട്ടുകൾ എഴുതാനും അതൊക്കെ സംഗീതം കൊടുക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അതേപോലെ എന്താ പറയാ, അവരോളം പ്രശസ്തരല്ലെങ്കിലും അവരെ പോലെ തന്നെ വളരെ ചെറുപ്പം എന്തെങ്കിലും എഴുത്തുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധമുണ്ടായിരുന്നു. ഞാനൊരു അടിസ്ഥാനപരമായിട്ട് ഒരു പ്രിന്റിംഗ് പ്രസ് നടത്താവുകൊണ്ട് അക്ഷരങ്ങളായിട്ട് പണ്ടുപോലെ ഒരു വളരെ അടുത്ത ബന്ധമുണ്ട്. അതിന് പുറമെ ഗദ്യരൂപത്തിലും പിന്നെ ഈ നോട്ടീസൊക്കെ തയ്യാറാക്കുമ്പോൾ ഉണ്ടാവുന്ന സാഹിത്യ രൂപേണയൊക്കെ പലതും എഴുതിയിട്ടുണ്ട്. അത് മാത്രമാണ് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നത്. പിന്നെ അത് എന്താ പറയാ, വളരെ ഗൗരവത്തിൽ എടുക്കാൻ തുടങ്ങിയത് ഇപ്പൊ ഈ പാട്ടുകളൊക്കെ എഴുതി തുടങ്ങിയപ്പോഴാണ്. അതിനു മുന്നേ എഴുതും, സത്യം പറഞ്ഞ എന്താ പറയാ, പ്രണയലേഖനങ്ങൾ എഴുതിയിട്ടുണ്ടാവും ചിലപ്പോ. അതായിരുന്നു അതെ, എവിടെ പഠിക്കുന്ന സമയത്തൊക്കെ ചിലപ്പോ എഴുതാൻ കഴിയുന്ന ആളുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകളോ മാക്സിമം പ്രണയം എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. അതെ, അല്ല ചിലപ്പോ അവർക്ക് മാത്രമാവും, ചിലപ്പോ അല്ല അത് കുഴപ്പമില്ല. അത് ആ സമയത്തേ ചിലപ്പോ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണല്ലോ. ചിലപ്പോ അവർക്ക് മാത്രമാവും ഞാൻ എഴുതുന്ന ഒരാളാണെന്ന് തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഇതിപ്പോ എങ്ങനെ ഇങ്ങനെ ഇപ്പൊ രതീഷാണല്ലോ ക്യാമറയാണ് അല്ലെ, ഇത് എങ്ങനെ ഇങ്ങനെ ഒരു കൂട്ടായ്മ, ഇതിപ്പോ സ്ഥിരക്ക് പോകുന്നത് ഒരു ഫോക്കസിലാണ് ഇത് കാര്യങ്ങൾ പോകുന്നത്. അത് എങ്ങനെ ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടായത് എഴുത്തിന്റെ പുറമെ? അല്ല, എഴുത്തില് എന്തോ ഈശ്വര അനുഗ്രഹം കൊണ്ട് ഇതിന്റെ എല്ലാ മേഖലകളിലുള്ള ആൾക്കാരും ഞങ്ങളെല്ലാവരും സുഹൃത്തുക്കളാണെന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ്. ഇതിന്റെയൊക്കെ അപ്പുറത്തൊരു ഗുരുനാഥ സ്ഥാനത്ത് നിന്നിട്ട് നേരത്തെ പറഞ്ഞ പ്രസാദ് പുളിക്കൽ, അദ്ദേഹത്തിന്റെ ഒരു അനുഗ്രഹവും അദ്ദേഹത്തിന്റെ ഒരു വാക്കുകളും ഇതൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ എല്ലാം അതാണ്. അദ്ദേഹത്തിന് കിട്ടിയൊരു ഊർജം. എന്റെ ഗുരുനാഥനാണ്. അദ്ദേഹം പറഞ്ഞു നന്നായി എഴുതാൻ സാധിക്കും, ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കും എന്നൊക്കെയുള്ള ഒരു അനുഗ്രഹം ഉണ്ടല്ലോ. അത് മാത്രമാണ് നമ്മളെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഏറ്റവും സഹായകമായിട്ട്. അതേപോലെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഭഗവതിയുടെ അനുഗ്രഹം. അതും നന്നായിട്ടുണ്ട്. അല്ലെങ്കിൽ
ഈശ്വരാനുഗ്രഹം ഇല്ലെങ്കിൽ ഒരു കലയും മുന്നിലേക്ക് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ പറയാൻ വിട്ടുപോകാൻ പാടില്ലാത്തൊരു പേരാണ് രാജേഷ് മാഷ്. അദ്ദേഹം ചളവറ ഹൈസ്കൂളിലൊരു സംഗീത അധ്യാപകനാണ്. അദ്ദേഹമാണ് എനിക്ക് ഈ പാട്ടൊക്കെ ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പാട്ടൊക്കെ മൂപ്പര് ശ്രുതിയിട്ട് ഈ പാടിയിട്ട് എനിക്ക് അയച്ചു തന്നത്. വെറുതെ വരികൾ എഴുതിയിട്ട് അതിനെ വരികൾ ഇങ്ങനെ വായിക്കുമ്പോൾ വലിയ ഭംഗിയൊന്നുമില്ല, എത്ര നന്നായി എഴുതിയാലും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. അത് അത്രയും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ആൾക്കാരുടെ മനസ്സിൽ മാത്രമേ അതൊരു മനോഹാരികത കാണാൻ സാധിക്കുള്ളൂ. ഈ പാട്ടൊന്ന് ശ്രുതിയിട്ട് പാടി കേൾക്കുമ്പോഴുള്ള സുഖം ഉണ്ടല്ലോ, ഞാൻ അദ്ദേഹത്തെ കൂടെ അത് ആദ്യമായിട്ട് അറിഞ്ഞത്. അദ്ദേഹം ഒരു ശ്രുതിയിട്ട് പാടി തന്നിട്ടുള്ള പാട്ട് കേട്ടിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല എന്നുള്ള സത്യം. ഇങ്ങനെയും കൂടി ചിന്തിച്ചിട്ടില്ല. പക്ഷെ എന്തോ ഒരു ഈശ്വരാനുഗ്രഹം കൊണ്ട് ഇന്ന് ഒരുപാട് സ്ഥലത്ത് എത്തിയെന്നല്ല എങ്കിലും ചെറിയ രീതിയിൽ നമുക്കിങ്ങനെ ആളുകളുടെ ഇടയിൽ അറിയപ്പെടാനും പലതരത്തിൽ ഇപ്പോ ഈ വർഷത്തെ ഗാനരചയിതാവിന്റെ അവാർഡ് ചോറ്റാനിക്കരയിൽ വെച്ചിട്ട് എനിക്ക് കിട്ടുണ്ടായി. കേരള നിയമസഭ സെക്രട്ടറിയുടെ കയ്യിൽ നിന്ന് ഭഗവതര തിരുസന്നിധിയിൽ വെച്ച് 13 മേഖലകളിലുള്ള ആളുകളെ ആദരിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അതിൽ ഇത്തവണത്തെ ഗാനരചയിതാവിനുള്ള ഭക്തിഗാനരചയിതാവിനുള്ള അവാർഡ് എനിക്കായിരുന്നു കിട്ടിയത്. അത്രയെങ്കിലും എത്താൻ സാധിച്ച എന്നെ പോലൊരു നിസ്സാരക്കാരനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം വലിയ എഴുത്ത് പറഞ്ഞാൽ എഴുതാൻ കഴിയാ പറഞ്ഞാൽ ഇപ്പൊ വെറുതെ എന്തെങ്കിലും എഴുതണല്ല. ഈ പാട്ടുകളോ കവിതകളോ എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അല്ലെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് എഴുത്ത്. ഇപ്പൊ നമ്മള് അവസാനം ഇപ്പൊ ഇറക്കിയത്, നമ്മൾ ഈ മണ്ഡലകാലത്ത് ഇറക്കിയത് അയ്യപ്പ ഭക്തിഗാനം ഒന്ന് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇതിനുണ്ടായിട്ടുള്ള ഒരു സാഹചര്യം എന്താ വെച്ചാ, നല്ല വലിയ രീതിയിൽ ഇപ്പൊ ഇതായിട്ടുള്ള മാളികപ്പുറം സിനിമ ഇറങ്ങിയ സമയത്ത് ഞാനും ഉണ്ണിയും കൂടി സിനിമ കണ്ടുപോയിട്ട്, ആ സിനിമ കണ്ടിട്ട് ഇറങ്ങിയ സമയത്ത് എന്നോട് ഉണ്ണി ചോദിച്ചു, ഇതിപ്പോ മാളികപ്പുറം സിനിമയിൽ ഒരു അവസരം കിട്ടിയിരുന്നു വെച്ചാൽ സുധീരേട്ടൻ എങ്ങനെയായിരുന്നു ഈ പാട്ട് എഴുതുക എന്നുള്ളത് ചോദിച്ചു. ആ ഒരു ചോദ്യത്തിൽ നിന്നാണ് ആ പാട്ടുണ്ടായത്. അപ്പോ ഒരു ചെറിയ കുട്ടിയുടെ ആഗ്രഹം, മനസ്സിലുണ്ടാവുന്ന ആഗ്രഹം പോകാൻ സാധിക്കാത്തൊരു സാഹചര്യത്തില് ആ കുട്ടിക്ക് എങ്ങനെ ആ അയ്യപ്പനെ ദർശിക്കാനോ അല്ലെങ്കിൽ ആ പോക്കിനെ കുറിച്ച് എന്താവും മനസ്സിലുള്ള വികാര വിചാരങ്ങൾ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ആ പാട്ട് എഴുതിയത്. അപ്പൊ ആ പാട്ടിന്റെ ഞാൻ വരികൾ അയച്ചു കൊടുത്ത് ഒരു 10 മിനിറ്റിനകം സുഹൃത്തായിട്ടുള്ള ഗിരീഷേട്ടൻ അദ്ദേഹം എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അതിനെ നല്ല എന്താ പറയാ ഏറ്റവും കുട്ടികൾക്ക് പാടാൻ എളുപ്പത്തിലും വളരെ മനോഹരമായി അതിനെ ഏറ്റവും ഭംഗിയായി ചിട്ടയോടുകൂടി ഉപരതിനെ സംഗീതം ചെയ്ത് പാടിയിട്ട് എനിക്ക് അയച്ചതാണ്. അത് എന്നെ വല്ലാതെ ആകർഷിച്ചു. അദ്ദേഹത്തിന്റെ ട്യൂണാണ് സത്യത്തിൽ ആ പാട്ടിനെ ഇത്രയും ഭംഗിയാക്കാൻ സാധിച്ചത്. അതുകൊണ്ടാണ് നമുക്കത് റെക്കോർഡ് ചെയ്യണമെന്നും അതിനെ വിഷ്വലൈസ് ചെയ്യണമെന്നും ഒക്കെ നമ്മൾ ചിന്തിച്ചത്. ഇത്തരം പാട്ടുകളും ആൽബങ്ങളും ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിനെ ഏറ്റവും നന്നാക്കി ചെയ്തുതരുന്നതിൽ ഉള്ള പ്രധാന കാര്യം എന്ന് പറഞ്ഞ പോലെ അദ്ദേഹം 2-3 പാട്ടുകൾ ഗിരീഷേട്ടനെ വെച്ചിട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. മൂകാംബിക ദേവിയുടെ കുറിച്ച്. മറ്റേ ഈ ആൽബങ്ങൾ ചെയ്യുന്നത് വെറും ഒരു ആൽബം മാത്രമല്ല, അതായത് കണ്ടന്റ് ഉണ്ട്. തീർച്ചയായും അത് ആരാ ഇതിന്റെ ഒക്കെ ക്രിയേറ്റീവ്? ഒരു പാട്ട് എഴുതി കഴിയുമ്പോ അതിന്റെ ഒരു കണ്ടന്റ് ആരാ ക്രിയേറ്റ് ചെയ്യുന്നത്? അല്ല, അത് എന്റെ സ്വയം എന്റെ മനസ്സിൽ എഴുതുന്ന ചിലതൊക്കെ നമ്മളെ ഇൻസ്പയർ ചെയ്യാറുണ്ട്. ചിലപ്പോ പറഞ്ഞ പോലെ ഒരു ചോദ്യത്തിൽ നിന്നാണ് നമ്മളൊരു പാട്ട് എഴുതുന്നത്. ഇപ്പൊ ഗുരുവായൂരപ്പ ഭക്തിഗാനം ഒന്ന് അവസാനം ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതെന്റെ ഗുരുനാഥനായിട്ടുള്ള പ്രസാദേട്ടനോട് ചോദിച്ചു, ഒരു വലിയ ഗുരുവായൂരപ്പ ഭക്തന് അയാള് എല്ലാം ഭഗവാനാണ്, ആ ഭഗവാന് അവസാന കാലഘട്ടത്തില് അദ്ദേഹം മരിക്കുന്ന സമയം, മരണം അടുത്ത് കാത്തിരിക്കുന്ന ആ സമയത്ത് അദ്ദേഹം എങ്ങനെയായിരിക്കും ഭഗവാനോട് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ അപേക്ഷിക്കുന്നുണ്ടാവുക? അതിൽ നിന്നാണ് ഞാൻ ഒരു ഗുരുവായൂരപ്പ ഭക്തിഗാനം എഴുതിയത്. അദ്ദേഹത്തിന്റെ ഒരു വാക്ക് എന്നാണ് എഴുതിയത്. ഇനി എത്ര കാലം എന്നറിയില്ല കണ്ണ, ഇനിയൊന്ന് കാണുമോ അറിയില്ല കണ്ണ, ഈ ജന്മജീവിത സായന്തനത്തിലായി, അങ്ങനെ പറഞ്ഞിട്ടൊരു പാട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. അത് അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിൽ നിന്നാണ് എഴുതിയ പാട്ടുകളൊക്കെ തന്നെ. ശ്രമിക്കാറുണ്ട് എല്ലാ പാട്ടിലും ഒരു തീം കൊണ്ടുവരാൻ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കാറുണ്ട്. നമസ്കാരം. അപ്പൊ ഒരുവിധ ആൽബങ്ങളിലൊക്കെ നിങ്ങളെ മുഖം തന്നെയാണ് അല്ലേ കാണുന്നത്? ആളൊരു മോഹൻലാൽ ലുക്കുമാണ്. അല്ല തമാശല്ല, കാണാൻ നല്ല ഗ്ലാമർ ഉണ്ട്. അപ്പൊ അത് ഈ അഭിനയം എന്ന് പറഞ്ഞ ചെറുപ്പം മുതൽ നമ്മൾ ഏതെങ്കിലും നാടകം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്കൂൾ ജീവിതത്തിലുണ്ടോ? ഉണ്ട്. എന്റെ അച്ഛനൊരു നാടകങ്ങളിലും ഇതിലൊക്കെ അമേച്ചറായിട്ട് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ അതിന്റെ ചിലപ്പോൾ പാരമ്പര്യമായിരിക്കാം. ചെറുപ്പം മുതലേ അഭിനയിക്കാനുള്ള, സ്റ്റേജിൽ കയറാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വളരെ UP തലങ്ങളിൽ മുതൽ തന്നെ നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അമേച്ചർ നാടകങ്ങളിലാണ് അഭിനയിക്കാനുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ ഒക്കെ മാക്സിമം അത് കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ
പിന്നെ അതങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞ ഒരു ഗ്യാപ്പ് വന്നു എന്ന് മാത്രം. ഒരു സാഹചര്യങ്ങളിൽ ഇപ്പൊ നമ്മുടെ നവോദയം കലാസമിതി എന്ന് പറഞ്ഞ ഞങ്ങളുടെ നാട്ടിലൊരു കലാസമിതി, അവിടുത്തെ ഒട്ടുമിക്ക സ്റ്റേജ് പ്രോഗ്രാമുകളിലും ഇൻവോൾവ് ആവുക എന്നുള്ളത് ഒരു ഭാഗ്യമാണ്. അത് അവിടെ ഒരു മൊത്തം ഞങ്ങളുടെ നാട്ടിൽ തന്നെ കുറെ കലാകാരന്മാരുള്ള ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് നാടകത്തിനോടൊക്കെ ക്രൈസുള്ള ആളുകളാണ് കൂടുതൽ. അവിടെ നാടകം, ഈ വാർഷികത്തിൽ നാടകം അവതരിപ്പിക്കുക എന്നുള്ളത് ഒരു സ്ഥിരം പരിപാടിയായിരുന്നു. പിന്നീട് ഇപ്പൊ ഈ മീഡിയകളൊക്കെ വലുതായതോടുകൂടി നാടകത്തിന്റെ ഒക്കെ പ്രസക്തി കുറഞ്ഞു, അല്ലെങ്കിൽ പ്രൊഫഷണൽ നാടകങ്ങൾ കയറി വന്നു എന്നുള്ളത് കൊണ്ടൊക്കെയാണ് പിന്നെ ഈ അമേച്ചർ നാടകങ്ങളിലൊക്കെ എണ്ണം കുറഞ്ഞതൊക്കെ. പക്ഷെ ഉള്ള അവസരങ്ങളിലൊക്കെ നമ്മള് അതിനുള്ള സാഹചര്യം കിട്ടുമ്പോൾ അതിനുവേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട്. അഭിനയിക്കാൻ താല്പര്യമുള്ളവരുണ്ട്, അവര് അഭിനയിച്ച് കാണാൻ താല്പര്യമുള്ള ഓഡിയൻസും ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഞങ്ങളുടെ കോതകുശി എന്ന് പറഞ്ഞത്. ആൽബങ്ങളിൽ ഷോർട്ട് ഫിലിമുകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ലേ, ഞാൻ ഷോർട്ട് ഫിലിമിലൊന്നും അഭിനയിച്ചിട്ടില്ല. ഞാൻ തന്നെ സംവിധാനം ചെയ്തിട്ടുള്ള സാധനങ്ങളെല്ലാം അഭിനയിച്ചിട്ടുള്ളത്. അപ്പൊ ഷോർട്ട് ഫിലിം ചെയ്യാനുള്ള പരിപാടി ഇതിപ്പോ അടുത്ത ഒരു ആലോചന ഷോർട്ട് ഫിലിമിലേക്കാണ്. ചോദിച്ചോളൂ. അപ്പൊ ഏതെങ്കിലും സംവിധാനം ചെയ്തിട്ടുണ്ടോ? ഈ ആൽബങ്ങള് മുഴുവൻ സംവിധാനം ചെയ്യാൻ എല്ലാ ആൽബങ്ങളും സംവിധാനം ചെയ്തുകൊണ്ടിരുന്നാണ്. സുധീറേട്ടൻ എഴുതിയ പാട്ടുകള് ഞാനാണ് സംവിധാനം ചെയ്തത്. ഇതിന് കൃത്യമായിട്ടൊരു സ്ക്രിപ്റ്റ് ഉണ്ടാവോ, അതോ നിങ്ങൾ ആ സമയത്ത്? അല്ല, അതിന് സ്ക്രിപ്റ്റോട് കൂടിയിട്ട് കറക്റ്റ് ആയിട്ട് സ്ക്രിപ്റ്റ് റെഡി ആക്കിയിട്ടേ എഴുതിയിട്ടില്ലെങ്കിൽ ചോദിക്കാൻ കാരണം പറഞ്ഞല്ലോ കേട്ടോ. കാരണം നമ്മൾ ഈ ചില സാധനങ്ങൾ ചെയ്യുമ്പോ നമ്മളൊക്കെ ഇപ്പൊ ഞാനൊക്കെ എന്റെ അടുത്ത് പേപ്പർ കൊണ്ടാ പോവുക. അപ്പൊ അവിടെ പോയി പെട്ടെന്ന് ചിലപ്പോ അവിടെ തോന്നുന്നത് അങ്ങനെ ചെയ്യാം. നമുക്ക് ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, അത് ചിലപ്പോ പേപ്പറിൽ എഴുതിയിട്ടുണ്ടാവില്ല എന്ന് മാത്രം. കൃത്യമായിട്ട് തുടക്കം മുതൽ അവസാനം വരെ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ധാരണ ഉണ്ട്. പക്ഷെ ചിലപ്പോ ഷൂട്ട് ചെയ്യുമ്പോൾ ചിലപ്പോ നമുക്ക് കൂടുതൽ സാധനം ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം തീർച്ചയായിട്ടും. സ്ക്രിപ്റ്റ് ഇല്ലാണ്ട് ചെയ്യാറില്ല. സ്ക്രിപ്റ്റ് ടെലിഫിലിം സംവിധാനം ചെയ്യണം, സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും വലിയ സ്ക്രിപ്റ്റുകൾക്ക് ഒരു തിരക്കഥകൾക്ക് എഴുതി തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ സ്ക്രീനിലേക്ക് പോകാനുള്ള ശ്രമമുണ്ട്. പക്ഷെ അതൊക്കെ ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. അതിനനുസരിച്ചിട്ട് അതിന് പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളല്ല, അതിന് ഒരു സാഹചര്യം ഉണ്ടല്ലോ. വീട്ടിൽ നിന്നൊക്കെയുള്ള സപ്പോർട്ട് എങ്ങനെ? എല്ലാവർക്കും ഒരാളുടെ കാര്യം വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ബാക്ക് ബോൺ. കാരണം നമുക്ക് ഇത് സപ്പോർട്ട് ഇല്ലാണ്ടത് ചെയ്യാൻ കഴിയില്ല. കാരണം ഇതൊരു ക്രിയേഷൻ ആണ്, അല്ലെങ്കിൽ ഇതിന്റെ പുറകിൽ ഒരുപാട് സ്ട്രെയിൻ ഉണ്ട്, സ്ട്രഗിൾ ഉണ്ട്. ഇത് അവരത് മനസ്സിലാക്കിയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നമ്മളുടെ ഒരുപാട് ഞങ്ങളുടെ ചോദിച്ചാൽ അറിയോ, വീട്ടിൽ കയറി ചെല്ലുമ്പോ നാളെ മുതൽ ചോറ് ഇല്ല എന്ന് പറയുമോ? അതല്ല, അങ്ങനെ ചെയ്യാത്ത അങ്ങനത്തെ അതിന് പറ്റിയൊരു ഫാമിലി ആവുകൊണ്ടാണ് ഇതൊക്കെ. എന്റെ ആൽബത്തിൽ അഭിനയിച്ച എന്റെ ഫാമിലി തന്നെയാണ് മൊത്തം. എന്റെ മോളും ഭാര്യ തന്നെയാണ് എന്റെ മോളായിട്ട് അഭിനയിച്ചത്. ഞാൻ കണ്ട ആൽബത്തിലാണോ പറയുന്നത്? അല്ല, ഈ മണ്ഡലത്തിൽ ഇറങ്ങിയിട്ടുള്ള ഇപ്പൊ ഇന്നലെ ആൽബത്തില് എന്റെ ഭാര്യയായിട്ട് ഭാര്യ തന്നെ അഭിനയിച്ചത്, മോളായിട്ട് മോൾ തന്നെ അഭിനയിച്ചേക്കണം. അപ്പൊ അവരുടെ സപ്പോർട്ട് അത് വേറെ ആള് അച്ഛൻ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് ആളുകള് ഇത് മറ്റേ ഞാൻ അപ്രോച്ച് ചെയ്താണ് ആ റോള് ചെയ്യാൻ വേണ്ടിട്ട്. വൈഫിന്റെ റോളിന് പെട്ടെന്ന് എല്ലാം ചില സമയത്ത് നമ്മള് ധൃതി കൂട്ടിയിട്ടൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് നമ്മള് വിചാരിച്ച ആളുകളിലേക്ക് എത്താൻ പറ്റില്ല. അപ്പോ സ്വാഭാവികമായിട്ട് ആ സമയം അതിന് പറ്റിയൊരു ആളെ കിട്ടാത്തതുകൊണ്ട് ഇതും ഷൂട്ടിംഗ് തന്നെ മുടങ്ങുന്നൊരു സാഹചര്യം വന്നപ്പോ ഭാര്യ പറയുന്നത് ഞാൻ വരാം, അത് ബുദ്ധിമുട്ടാവണ്ട എന്ന് പറഞ്ഞിട്ട്. ഇതിനു മുമ്പ് അഭിനയിച്ച എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളാണ്. പക്ഷെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന രീതികൾ അതേപോലെ റിയാക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടപ്പോ എനിക്ക് ഫീൽ ചെയ്തത്. അപ്പൊ അങ്ങനെ ഫാമിലി എന്നുള്ള സപ്പോർട്ടാണ് മെയിൻ സപ്പോർട്ട്. തീർച്ചയായിട്ടും. ഗിരീഷ് ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഗിരീഷ് ചേട്ടൻ ഇപ്പൊ ഇവരുടെ കൂട്ടത്തിലാണ്ട് കൂടിയിരിക്കാനല്ലേ? കൂടി. സംഗീത സംവിധാനമൊക്കെ ആയിട്ട്. അതെ. സംഗീതം പഠിച്ചിട്ടുണ്ടോ? സംഗീതം പഠിച്ചിട്ടില്ല. എങ്ങനെ പിന്നെ ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങി തിരിച്ചത്? സംഗീതം സത്യത്തിൽ ജന്മസിദ്ധാണ്. ആദ്യമായിട്ട് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സ്റ്റേജിൽ കയറുന്നത്. സ്റ്റേജിൽ കയറി മൈക്കിന്റെ മുമ്പിൽ എത്തിയപ്പോ പെട്ടെന്നുണ്ടാവുന്ന ഒരു ടെൻഷനിൽ ബോധം കെട്ട് വീണ ആളാ ഞാൻ. അവിടുന്ന് തോന്നിയ പ്രയാണം മോഹൻലാലോ പറയുന്ന പോലെ അതിപ്പോ ഇവിടെ എത്തിന്ന് പറയില്ലേ. എത്ര പാട്ടുകൾ ചെയ്തു? സംഗീതം ചെയ്തത് ഞങ്ങള് മൊത്തം റെക്കോർഡ് ചെയ്ത പാട്ടുകളുടെ എണ്ണം വളരെ കുറവാണ്. ഒരു 8-10 പാട്ടുകളൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ട്യൂൺ ചെയ്ത് വെച്ചത് ഒരുപാടുണ്ട്. സുധിയേട്ടന്റെ പാട്ടുകളിനെ ഞാൻ ചെയ്തിട്ടില്ല. ഞങ്ങള് ഇടയ്ക്കൊക്കെ തന്നെ പാടാനുള്ള അവസരം കിട്ടുമ്പോ പാടാറുണ്ട്. ഏറ്റവും കൂടുതൽ പാടാറുള്ള ബാത്റൂം സോങ്സ് ആണ്. മൂളിപ്പാട്ട് പുറത്ത് പാടാനുള്ള ധൈര്യമില്ല. അങ്ങനെ ഇരിക്കുമ്പോ ഞങ്ങള് സുധിയേട്ടനായിട്ട് പരിചയമുണ്ട്. സുധിയേട്ടൻ പാട്ട് എഴുതുന്ന സമയത്തൊക്കെ ഞങ്ങൾ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പൊ ഒരു
പാട്ട് എന്റെ അടുത്ത് കയ്യിൽ തന്ന സുധിയേട്ടൻ ഇങ്ങനെ എഴുതി പുതിയത് എഴുതിയതാണ്. അപ്പൊ ഞാൻ യാദൃശ്യമായിട്ടൊന്ന് എനിക്ക് ഏത് പാട്ട് കിട്ടിയാലും നല്ല കണ്ടന്റ് ഉള്ള ഒരു പാട്ട് വരികളുള്ള ആണെങ്കിൽ ഒരു ചെറിയൊരു സംഗീതം നമുക്കതിൽ തോന്നുമല്ലോ. ആ രീതിയിൽ ഞാൻ നമുക്ക് ആദ്യം തന്നത് ഭഗവതിയുടെ പാട്ടായിരുന്നു അല്ലെ, മൂകാംബികയുടെ പാട്ടാണ് എഴുതി തന്നത് ആദ്യം. മൂകാംബികയുടെ ആ സോങ് എഴുതി തന്നപ്പോ അറിവായി പൂക്കുമോ അമ്മ എന്നുള്ള വരികളായിരുന്നു. അപ്പൊ ഒരു കവി അദ്ദേഹത്തിന് അറിവായിട്ട് ഭഗവതി വരുമോ എന്നുള്ള ചോദ്യമാണ്. നല്ല കണ്ടന്റ് ആയിരുന്നു. അപ്പൊ എനിക്ക് കിട്ടിയ വഴി ഞാൻ വെറുതെ ഒന്ന് മൂളി. അതെങ്ങനെയായിരുന്നു, അറിവായി പൂക്കുമോ അമ്മേ അടിയനു വർണ്ണിച്ചു പാടുവാ അവിടുത്തെ മാഹാത്മ്യ വാരിധിയിൽ ഒരു തുള്ളിയായെന്നിൽ പിറന്നിടുമോ എൻ മഷിത്തണ്ടിലായി പകർന്നിടുമോ അറിവായി പൂക്കുമോ അമ്മേ. അതാ ശരി. ശരിക്ക് നിങ്ങൾ പ്രൊഫഷണലായിട്ട് പാടലുണ്ടാവും ഇപ്പൊ സ്റ്റേജിലൊക്കെ? ഇല്ല, അത്യാവശ്യം ചെറുതായിട്ടൊക്കെ പാടത്തുള്ളൂ. ഞാനത് തമാശ പറഞ്ഞല്ല, ശബ്ദം ഒരു അത്രയും മനോഹരമായിട്ടുള്ള ശബ്ദമാണ്. അപ്പൊ ഇതിലിപ്പോ ഏതൊക്കെ പാട്ടുകളാണ് ഈ ആൽബത്തിൽ പാടിയത്? ഞാൻ ഒരുവിധമൊക്കെ കുറെ കേട്ടുന്നിരുന്നിട്ട്. പാടിയ പാട്ട് ജയേന്ദ്ര സാർ പാടി. ഇത് ജയേന്ദ്ര സാറ് പാടി റെക്കോർഡ് ചെയ്തു. അതല്ലേ? ആ ശരി. ഓക്കെ. അപ്പൊ അത് മൂകാംബികയുടെ അപ്പൊ അതിലൊരു കീർത്തനമൊക്കെ വെച്ചുകൊണ്ട് അല്ലെ, നമ്മള് ഒരു കീർത്തനത്തിലാണ് അത് തുടങ്ങുന്നത്. ഏതായാലും പാടിയില്ലേ? അപ്പൊ ഇവരുടെ കൂടെ ഇത്രയും കൂട്ടായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് 1-2 പാട്ടുകൾ കൂടി പ്രേക്ഷകർക്ക് വേണ്ടി ഇട്ട് കൊടുക്കാം. ആവട്ടെ. അപ്പൊ അതില് മൂകാംബികയുടെ കീർത്തനം അല്ലെങ്കിൽ ഓണപ്പാട്ടിന്റെ ഓണപ്പാട്ട് ഇറക്കി. വളരെ അത് ആളുകളുടെ ഇടയിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ട ഒരു പാട്ടാണ്, റീച്ച് കിട്ടിയ പാട്ടാണ്. ഓണപ്പാട്ട് നല്ല സർഗം മ്യൂസിക്കിലാണ് ഇറക്കിയത്. അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങള് ഓണത്തിന്റെ വളരെ അടുത്ത സമയത്താണ് സുധീട്ട് നമുക്കൊരു ഓണപ്പാട്ട് ചെയ്താൽ നമ്മള് മൊത്തം ഈ ഡെവോഷണൽ സോങ്സ് അല്ല ചെയ്യാറ്. ഇതാണ് നമുക്കൊരു ഓണത്തിന് ചെറിയ വ്യത്യസ്തതയോടുകൂടി ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സംഗതി ചെയ്യാറുണ്ട്. അപ്പൊ സുധീട്ടൻ ചോദിച്ചു ഒരു കണ്ടന്റ് പറയൂ, ഞാൻ അതിനെ എഴുതാന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ട്രിഗറിങ് ചെയ്താൽ ബാക്കി പുള്ളി അങ്ങ് പൊട്ടിച്ചോളും. അപ്പൊ എനിക്ക് തോന്നിയ ഒരു ആശയം ഓണം വിത്ത് പ്രണയം എന്ന രീതിയില് ഒരു പഴയ പ്രണയം, നഷ്ടപ്രണയത്തിനെ കുറിച്ച് ഒരു ഓണക്കാലത്ത് നായകൻ ഓർക്കുന്നതായിട്ടൊന്ന് എഴുതാം, നന്നായിരിക്കില്ലേ ചോദിച്ചു. അപ്പൊ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി വരികൾ എഴുതി തന്നു. അപ്പൊ ഈ സംഗീതം ചെയ്യാന്ന് പറയുമ്പോ എല്ലാ പാട്ടുകളും ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ഒരു ട്യൂൺ കൊടുത്തിട്ട് അതിനനുസരിച്ച് വരി എഴുതലല്ല, വരി എഴുതി തന്നാൽ അതിന് ട്യൂൺ ചെയ്യലാണ്. അപ്പൊ ഈ വരികളുടെ ഒരു പ്രത്യേകത ഇതിനകത്ത് നല്ല നല്ല താളബോധമാണ് സുധീറിന്. അപ്പൊ എഴുതുന്നതിൽ വളരെ കൃത്യമായ ആയിരിക്കും. പ്രാസൊക്കെ ഒപ്പിച്ച് താളവട്ടത്തോടു കൂടി കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടാവും. പിന്നെ അതിനകത്തൊരു കണ്ടന്റ് ഉണ്ടായിരിക്കും. അപ്പൊ നമുക്കൊരു പ്രണയാണെങ്കിൽ സംഗതി നമുക്കൊക്കെ ഉണ്ടാവുമല്ലോ പണ്ടത്തെ ഓരോ പ്രണയങ്ങള്. സാമിയാണ് എന്നാലും പറയാ, ഞാൻ അതുകൊണ്ടാണ് ചോദിക്കാത്തത്. അപ്പൊ ആ പഴയ ആ ഒരു നൊസ്റ്റാൾജിയക്ക് നമ്മളങ്ങ് പോകുമ്പോ നമുക്കറിയാതെ ഒരു ട്യൂൺ വരും. പിന്നെ ഒരു വിരഹമാണെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള വിരഹം ആ ട്യൂണിൽ തന്നെ വരും. അങ്ങനെ വരുന്ന സംഭവമാണ്. അല്ലാതെ സംഗീതത്തിന്റെ എന്നോട് ഇത് ട്യൂൺ റെക്കോർഡ് ചെയ്യാനൊക്കെ പോകുമ്പോ നമ്മുടെ റെക്കോർഡിസ്റ്റും ഇവരൊക്കെ ചോദിക്കും ഏതാ രാഗം എന്നൊക്കെ ചോദിക്കും. സത്യത്തിൽ നമുക്കത് അറിയില്ല, ഏത് രാഗം എന്നറിയില്ല. അപ്പൊ നമ്മൾ പറയും അത് എന്ന് പറയുമ്പോ അവരേതെങ്കിലും രാഗത്തിന്റെ പേര് പറയും. അത് തന്നെയെന്ന് നമ്മൾ പറയും. അതിൽ കൂടുതൽ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. ഓണപ്പാട്ടിന്റെ കാര്യം കൂടെ സൂചിപ്പിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു കണ്ടന്റ് പറഞ്ഞപ്പോ സുധിയേട്ടൻ എഴുതി തന്നു. അത് അതിലൊരു പ്രത്യേകത ഉള്ളത്, ഓണപ്പാട്ടിന് പൊതുവെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ എല്ലാ പാട്ടുകളിലും പൂവേ പലി പൂവേ അങ്ങനെ ഒരു ടൈപ്പ് ഉണ്ടാവും. ഞങ്ങൾ ആദ്യം തീരുമാനിച്ച അതാണ്, ആ സംഗതി വേണ്ട, സ്ഥിരം ഓണപ്പാട്ടിന്റെ ശൈലി വേണ്ടാന്ന് തീരുമാനിച്ചു. അപ്പൊ അതിനകത്ത് ഒരു നായകൻ പഴയ കാര്യങ്ങളെ കുറിച്ച്, ഒരു നഷ്ടപ്രണയത്തിനെ കുറിച്ച് ഓർക്കുന്ന ഒരു സംഗതിയായിരുന്നു. അപ്പൊ ഞാനൊരു ട്യൂൺ ചെയ്തു. അതിനകത്തൊരു നൊസ്റ്റാൾജിയ വേണമെന്ന് സുധിയേട്ടൻ നിർബന്ധമായിട്ടും പറഞ്ഞിരുന്നു. അപ്പൊ എനിക്ക് തോന്നിയൊരു ട്യൂൺ ഞാൻ അപ്പൊ തന്നെ ഒന്ന് പാടി. അതെങ്ങനെയായിരുന്നു, ഏകദേശം 2 വരിയൊന്നും മോളാം. മഴ ചാറിയ മുറ്റത്ത് ഇല ചൂടിയിരുന്നെന്ന് പൊന്നോണത്തിനു നമ്മളൊരുക്കിയ പൂക്കളവും ഉത്രാട നിലാവത്ത് ഒരുമിച്ചൊരു തേന്മാവിൽ പൊന്നൂഞ്ഞാലാടി ഉണർന്നോരോർമ്മകളും
പൊന്നൂഞ്ഞാലാടിയുണർന്നോരോർമകളും ഉള്ളിൻ്റെ ഉള്ളിലെ ഉമ്മറവാതിൽ തുറന്നു വരുന്നെന്നുള്ളിനുൾ കണ്ണിൽ പൂത്തുവിരിഞ്ഞൊരു പൂക്കാലം പോലെ. ഇത് രതീഷ് പിക്കാഡോ മീഡിയ എന്ന് പറഞ്ഞിട്ട് ചാനൽ ഉണ്ടാവന്. ഇവന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളിപ്പോ കുറെ വർഷമായി നമ്മള് പരിചയപ്പെട്ടിട്ട്. അപ്പൊ അന്ന് മുതലേ ആ നാട്ടുപ്രദേശത്തുള്ള കുറെ ആളുകൾ ഇപ്പൊ അവരൊക്കെ സ്വന്തമായിട്ട് കുറെ ഒക്കെ ചാനലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ അവരൊക്കെ തുടക്കത്തില് എല്ലാ ആളുകളും യാതൊരു ലാഭേച്ഛയില്ലാതെ രാവിലെ മുമ്പിൽ ക്യാമറ ആയിട്ട് വരും. അവൻ നേരെ ഇവിടെ വന്ന് അവരൊക്കെ ഇവിടെ വിളിച്ചു കൂട്ടി. ഒന്നാമത് ഈ ഒരു കൂട്ടായ്മ ഉണ്ടാക്കണമെങ്കിൽ തന്നെ ഭയങ്കര പാടാണ്. കാരണം ഞാൻ അതൊക്കെ കുറെ അനുഭവിച്ചിട്ടുള്ള ആളായതുകൊണ്ട്. പിന്നെ ഇതേപോലുള്ള ആളുകളെ പുറത്തറിയില്ല. കാരണം ഇവരിപ്പോ അവനൊന്നും ഒരു ലാഭം ഇല്ലാതെ ഒരു കാര്യമില്ലാതെ കുറെ ആളുകളെ വിളിച്ചു കൂട്ടി അവരൊക്കെ ഈ സ്ക്രീനിന്റെ മുമ്പിലേക്ക് എത്തിക്കുക. പല ആളുകളും ചിലപ്പോൾ രക്ഷപ്പെട്ടാലും ചിലപ്പോൾ ക്യാമറമാനെ ഉറപ്പൊന്നുമില്ല, രക്ഷപ്പെടട്ടെ, അതിന് വേണ്ടിയിട്ടാണ് അവനും ചെയ്യണത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇവരും ഈ വീഡിയോ എടുക്കേണ്ട കാര്യം പറഞ്ഞപ്പോൾ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ അവർ ആദ്യം പറഞ്ഞത് ഉണ്ണിയേട്ടനും മറ്റേ സുധീരേട്ടനും കൂടിയാണ് പറഞ്ഞത്. അപ്പൊ പറഞ്ഞപ്പോ തന്നെ അവര് പറഞ്ഞത് രതീഷ് വേണം, രതീഷിനെ നമുക്കൊന്ന് പുറത്തെത്തിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. കാരണം രതീഷ് എന്നും ഉള്ളിലാണ്. കാരണം ആ ചാനലിന്റെ ഒരു ഇതിലാ വീഡിയോ പോസ്റ്റ് ചെയ്യല്ലാതെ ഇതിന്റെ ക്യാമറ എടുക്കുക, ഇതിന്റെ ബാക്കിലൊക്കെ പ്രവർത്തിച്ചു. കാരണം അപ്പൊ അതിന്റെ 1-2 കട്ടിങ് കിട്ടുകയാണെങ്കിൽ ഞാൻ അതിലിടാം. അത് കണ്ടാൽ തന്നെ അറിയാം കുറെ കോമഡികളും കാര്യങ്ങളും ഒരുപാട് ചെയ്തു, കണ്ടമാനം ചെയ്തു. ഇപ്പൊ പിന്നെ അതിന്റെ വേറെ എന്തൊക്കെ കുറെ തിരക്കുകൾ കാരണം കുറച്ചായിട്ട് ചെയ്യുന്നില്ല. എന്തൊക്കെയുണ്ട് രതീഷ് വിശേഷങ്ങള്? പുതിയ എന്താ വീഡിയോകളൊക്കെ ഇടയ്ക്കൊന്ന് നിർത്തി വെച്ചത് എന്താ? അങ്ങനെയൊന്നുമില്ല, തിരക്ക് കാരണം. സ്റ്റുഡിയോയിലെ തിരക്കുകൾ കാരണം അല്ലെ, ഒന്നിനും സമയം കിട്ടുന്നില്ല. അങ്ങനെ കുറച്ച് ഡിലേ ആക്കിയതാണ്. ചെയ്തു വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ഇടണം. എങ്ങനെ ഇവരുടെ ഒരു കൂട്ടായ്മയിലേക്ക് എത്തിപ്പെട്ടത്? ഞാൻ എന്റെ ഗുരുനാഥനാണ് അത് അറ്റത്തിരിക്കണത്. ആദ്യം ക്യാമറ എടുക്കാൻ പഠിപ്പിച്ചത്. അങ്ങനെ ആ ഒരു ബന്ധല്ലേ. ഏത് സിനിമയും ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ? ഒരു സിനിമ ചെയ്തു, ഇതിൽ വന്നു. അതിപ്പോ എന്തൊക്കെയാ പ്രശ്നങ്ങൾ കാരണം അങ്ങനെ വെച്ചു. OTT-യിൽ ഏകദേശം എല്ലാ പണിയും കഴിഞ്ഞു, റിലീസ് ആയിട്ടില്ല. അത് ശരി. അപ്പൊ ഈ ഫീൽഡിൽ തന്നെ ഇനിയിപ്പോ എന്താ ഈ കോമഡികളൊക്കെ ചെയ്തിരുന്നു, അതൊക്കെ ഇനി തുടർന്ന് പോകുന്നുണ്ടോ അതോ നിർത്തിയോ? ഇല്ല, നിർത്തിയിട്ടൊന്നുമില്ല. നമ്മുടെ എന്താ പറയാ ഉപ്പുള്ള ആൾക്കാരുടെ തിരക്ക്, സമയക്കുറവ് എല്ലാവരും ഒന്നിച്ച്. അതാ ഞാൻ പറഞ്ഞ പ്രത്യേകിച്ച് ഇതുമാതിരി ആളുകളെ വിളിച്ച് കിട്ടാൻ ഒരു പാടാണ്. കാരണം ഒന്നിച്ച് ഒരു ആൽബം പറഞ്ഞാൽ നമ്മള് മുമ്പ് സെറ്റ് ചെയ്തൊക്കെ റെഡിയാക്കും. ഇതതില്ല, പെട്ടെന്ന് ഓടി വന്ന് നമ്മൾ കുറച്ച് ആൾക്കാരെ വിളിച്ചൊരു കണ്ടന്റ് നമ്മുടെ കയ്യിലുണ്ടാവും, അവരെ വിളിച്ചു കൂട്ടും. അപ്പൊ അതിലൊരാളുണ്ടാവില്ല. അപ്പൊ അവരെ തെരഞ്ഞിട്ട് പിന്നെ ഈ ബൈക്ക് എടുത്തിട്ട് 4 പുറം തെരഞ്ഞ് അതിന് പറ്റിയ ഒരാളെ തിരയണം. അപ്പൊ അതൊക്കെ ഒരു ഭയങ്കര, ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള കേട്ടോ. രതീഷിന്റെ കൂടെ ഞാൻ വർക്ക് കണ്ടിട്ടുണ്ട്. രതീഷിന്റെ ആ വർക്കുകൾ കണ്ടതിന് ശേഷമാണ് ഞാൻ അതേമാതിരത്തെ ഒരു സാധനങ്ങള് 2-3 ക്രിയേറ്റ് ചെയ്തത്. അതും അതേമാതിരി ഞാൻ നിർത്തിയത്. നല്ല റീച്ച് ആയിരുന്നു, യൂട്യൂബിലൊക്കെ നന്നായി ഓടിയ സാധനങ്ങളാണ് അത്. പക്ഷെ അതേമാതിരി ആളെ കിട്ടാനുള്ള ഒരു പാട് ഭയങ്കരാണത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അടുത്ത എപ്പിസോഡിക്ക് ആളെ കിട്ടില്ല. അതെ, ഒരാളില്ലെങ്കിൽ ചെയ്യാനും പറ്റില്ല. അത് ശരിയാണ്. ഇപ്പൊ സ്റ്റുഡിയോ അവിടെ ചെറുപ്പശ്ശേരി. ഇപ്പൊ വീട്ടിൽ നിന്നൊക്കെ എങ്ങനെ ഇതിന്റെ സപ്പോർട്ടുകളും കാര്യങ്ങളും? അവർക്കൊന്നും വിഷയമല്ല. കാരണം ഈ കലാകാരന്മാർക്കുള്ള ഏറ്റവും ഒരു എന്താ പറയുക, വീട്ടിൽ നിന്ന് സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്കത് മാനസികമായിട്ട് തകർന്നു പോകും. കാരണം അത് ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പൊ എന്തായാലും രതീഷ് ഈ ഒരു ഇതിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചാൽ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇവരുടെ കൂടെ രതീഷിനെ ഒന്ന് പുറത്ത് ഇതാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ രതീഷിനെ സത്യം പറഞ്ഞാൽ ചെയ്യാന്ന് പറഞ്ഞ വ്യക്തി ഭയങ്കര സന്തോഷമായി. കാരണം എന്റെ കൂട്ടുകാരനാണ്. അപ്പൊ എന്തായാലും രതീഷ് ഇനിയും തുടർന്നും ഇവരുടെ കൂടെ എല്ലാ സഹകരണത്തോടു കൂടി ഉണ്ടാവട്ടെ. അതേമാതിരി പഴയ കോമഡികളൊക്കെ തിരിച്ച് അതിന്റെ ഈ കണ്ടന്റ് ഒക്കെ ആരുണ്ടാക്കുക? ഈ കോമഡി രതീഷ് ഉണ്ടാക്കിയിട്ട് വരിക. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലൈവ് അല്ല, അപ്പൊ കിട്ടിയത് അങ്ങനെ കണ്ടന്റ് ഉണ്ടാവും. പിന്നെ അതങ്ങനെ പെട്ടെന്ന് ആളെയും വിളിച്ചു കൂട്ടും, പെട്ടെന്ന് ജീവിക്കും സാധനം അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ഇനിയും ഉയർന്നു വരെ കൂടെ ഉള്ളതിൽ വരട്ടെ.